തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ രാഹുൽ ശരിക്കും കുരിശിലേറ്റിയിരിക്കുകയാണ് കോൺഗ്രസിനെ. രാഹുൽ വിഷയത്തിൽ രണ്ട് വള്ളത്തിൽ കാലിട്ട് തുഴഞ്ഞ അഴകൊഴമ്പൻ നിലപാട് നേതാക്കൾക്ക് വലിയ വിനയായിരിക്കുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിത കോൺഗ്രസിനെ സമീപിച്ചിരുന്നുവെന്ന വിവരമാണ് ഒടുവിൽ പുറത്തുവന്നത്. കഴിഞ്ഞ മാസം 28-ന് വൈകിട്ട് 3:15 ഇമെയിൽ വഴി പരാതി ലഭിച്ച വിവരം സണ്ണി ജോസഫ് പുറത്തു പറഞ്ഞില്ല. വാർത്ത പുറത്തു വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം തുറന്നു സമ്മതിച്ചു. അതെനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് പോലീസ് FIR എടുത്തു. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ അറിയിച്ചാണ്, ആ വിവരം അറിയിച്ചാണ്. രാഹുലിന്റെ കെയർടേക്കറായ ഷാഫി പറമ്പിൽ ഇന്നും സേഫ് സോണിൽ തന്നെയാണ്. തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല. ശബരിമല പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാൻ കഴിയുകയില്ല. കേരളത്തിൽ ഒരു ഗവൺമെന്റിന്റെ കാലത്തും കേട്ടുകേൾവിയില്ലാത്ത അഴിമതിയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ കോടതി മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രം SITയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ആ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാനോ, എന്താണ് അന്വേഷിക്കുന്നു പറയാനോ, അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടിയെടുക്കുമെന്ന് പറയാനോ ഒന്നും ഇതുവരെ ഒരു CPM നേതാവിനെയും കണ്ടിട്ടില്ല. കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവേത് അങ്ങോട്ടേക്കും ചോദിക്കാവുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം മറയ്ക്കാൻ രാഹുൽ വിഷയം ചർച്ചയാക്കുന്നുവെന്ന പ്രതിരോധമാണ് ഇതുവരെ കോൺഗ്രസ് ഉയർത്തിയത്. പുതിയ പരാതി കൂടി എത്തിയതോടെ കോൺഗ്രസിന്റെ ഈ പ്രതിരോധം ദുർബലമാകും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.